KMIC നാടിന്റെ ചലനങ്ങൾ കൺമുന്നിൽ കാണാം, വാർത്താവിശേഷത്തിൻ ചെപ്പു തുറക്കാം. KMIC ന്യൂസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം KMIC TV പ്രേക്ഷകർക്കും റേഡിയോ ശ്രോതാക്കൾക്കും KMIC ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജലീൽ മടവൂർ. പ്രധാന വാർത്തകൾ. റയീസുൽ ഉലമയും ഖമറുൽ ഉലമയും കുവൈത്തിൽ ഹുബ് റസൂൽ സമ്മേളനം നാളെ. സർക്കാർ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണം ജനുവരിയിൽ നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. മുഖ്യമന്ത്രിക്കെതിരെ കോൺഗ്രസ് ഹൈക്കമാൻഡിന് രമേശ് ചെന്നിത്തലയുടെ കത്ത്. ഹൈക്കമാൻഡിന് കത്തയച്ചിട്ടില്ലെന്ന് രമേശ് ചെന്നിത്തല. പോത്തിറച്ചി കയറ്റുമതി ചെയ്യുന്ന കമ്പനികളിൽ നിന്ന് BJP സംഭാവനയായി കൈപ്പറ്റിയത് 2.5 കോടി രൂപ. തിരുദൂതരുടെ ആരോഗ്യ ദർശനങ്ങൾ എന്ന വിഷയത്തിൽ യുനാനി മെഡിക്കൽ കോളേജ് സംഘടിപ്പിക്കുന്ന ആരോഗ്യ സെമിനാർ നാളെ. ജാമിയ സഅദിയ 46-ാം വാർഷികം സമ്മേളന പ്രചാരണോദ്ഘാടനം നാളെ ബാംഗ്ലൂരിൽ. മടവൂർ CM സെന്റർ സിൽവർ ജൂബിലിയുടെ ഭാഗമായി മിഷൻസ് ഓൺ ട്രാക്ക് പരിപാടികൾക്ക് അന്തിമരൂപമായി. വാർത്തകൾ വിശദമായി. സർക്കാർ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണം അടുത്ത മാസം അവസാനം നടപ്പിലാക്കുമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. കമ്മീഷന്റെ 2ാം ഘട്ട റിപ്പോർട്ട് ഈ മാസം തന്നെ ലഭിക്കും. മന്ത്രിസഭാ ഉപസമിതി ഇത് ചർച്ച ചെയ്യും. സർക്കാരിന് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെങ്കിലും ജീവനക്കാരെ കണക്കിലെടുത്തു മാത്രമേ മുന്നോട്ടു പോവുകയുള്ളൂ എന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു. ശമ്പള പരിഷ്കരണ റിപ്പോർട്ട് അട്ടിമറിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് അടിയന്തര പ്രമേയത്തിന് അനുമതി തേടിയ AK ബാലൻ ആരോപിച്ചു. ശമ്പള പരിഷ്കരണ റിപ്പോർട്ട് പുറത്തുവന്ന് 5 മാസം കഴിഞ്ഞിട്ടും സർക്കാർ നടപടി സ്വീകരിച്ചിട്ടില്ല. ഉമ്മൻചാണ്ടി നേരത്തെ UDF കൺവീനറും ധനമന്ത്രിയുമായിരുന്നപ്പോൾ ശമ്പള പരിഷ്കരണം അട്ടിമറിച്ചിട്ടുണ്ടെന്നും ഇപ്പോഴും ശമ്പള പരിഷ്കരണം അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണെന്നും ബാലൻ ആരോപിച്ചു. എന്നാൽ ബാലന്റെ ആരോപണങ്ങളെ മുഖ്യമന്ത്രി തള്ളിക്കളഞ്ഞു. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പ്രതിച്ഛായക്ക് കോട്ടം തട്ടിയതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല കോൺഗ്രസ് ഹൈക്കമാൻഡിന് കത്തയച്ചതായി വാർത്ത. ഇതും അഴിമതി വ്യാപിച്ചതും പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ UDFന്റെ തിരിച്ചടിക്ക് കാരണമായെന്നും കത്തിൽ പറയുന്നു. ഒരു ദേശീയ ദിനപത്രമാണ് വാർത്ത നൽകിയത്. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പോടെ BJP സംസ്ഥാനത്ത് വലിയ ശക്തിയായി വളർന്നു. നിരവധി പഞ്ചായത്തുകളിൽ BJP അക്കൌണ്ട് തുറന്നത് ഗൌരവമായി കാണണം. SNDPയും BJPയും കൂട്ടുകെട്ട് ഉണ്ടാക്കിക്കഴിഞ്ഞു. പരമ്പരാഗതമായി UDFനൊപ്പം നിന്നിരുന്ന NSSന്റെ വോട്ടുകൾ ഇത്തവണ LDFനും BJPക്കുമാണ് ലഭിച്ചത് എന്നീ കാര്യങ്ങളും കത്തിൽ പറയുന്നുണ്ട്. അതേസമയം ഹൈക്കമാൻഡിന് കത്തയച്ചിട്ടില്ലെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. കത്തിനെക്കുറിച്ചുള്ളത് വ്യാജ പ്രചാരണമാണെന്നും ചെന്നിത്തല പറഞ്ഞു. ഹൈക്കമാൻഡിന് കത്തയച്ചിട്ടില്ലെന്ന് രമേശ് ചെന്നിത്തല KPCC പ്രസിഡന്റിനെ അറിയിച്ചു. ഇക്കാര്യം VM സുധീരൻ KPCC നേതൃയോഗത്തിൽ സ്ഥിരീകരിച്ചു. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കും KPCC പ്രസിഡന്റ് VM സുധീരനുമെതിരെ ആരോപണം ഉന്നയിച്ച് ഹൈക്കമാൻഡിന് കത്തയച്ചെന്നത് വ്യാജ പ്രചാരണമാണെന്നും ചെന്നിത്തല വിശദമാക്കി. പോത്തിറച്ചി കയറ്റുമതി ചെയ്യുന്ന കമ്പനികളിൽ നിന്ന് BJP സംഭാവനയായി കൈപ്പറ്റിയത് 2.5 കോടി രൂപ. വിശദമായ റിപ്പോർട്ടിലേക്ക്. പോത്തിറച്ചി കയറ്റുമതി ചെയ്യുന്ന കമ്പനികളിൽ നിന്ന് BJPക്ക് സംഭാവനയായി ലഭിച്ചത് 2.5 കോടി രൂപ. തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയ 2013-2015 സാമ്പത്തിക വർഷത്തെ സംഭാവനയുടെ കണക്കിലാണ് ഈ വിവരങ്ങൾ ഉള്ളത്. 2014 തെരഞ്ഞെടുപ്പ് കാലത്ത് ഫ്രിഗോറിഫിക്കോ അല്ലാന ലിമിറ്റഡ്, ഫ്രിഗോറിയോ കോൺവെർവ അല്ലാന ലിമിറ്റഡ്, ഇൻഡാർഗോ ഫുഡ്സ് ലിമിറ്റഡ് എന്നീ കമ്പനികൾ പാർട്ടിക്ക് 2 കോടി രൂപ നൽകി. മുംബൈ കൊളബയിലുള്ള അല്ലാന സൺസ് ലിമിറ്റഡിന്റെ ഉപകമ്പനികളാണ് 3ഉം. 2014-2015 കാലത്ത് ഫ്രിഗോറിഫിക്കോ അല്ലാന 50 ലക്ഷവും നൽകി. വിജയ ബാങ്ക് മുഖേനയാണ് പണമിടപാട് നടന്നത്. അല്ലാന സൺസ് രാജ്യത്തെ ബീഫ് കയറ്റുമതിയിൽ മുന്നിൽ നിൽക്കുന്ന കമ്പനിയാണ്. മാത്രമല്ല എല്ലില്ലാത്തതും ശീതീകരിച്ചതുമായ ഹലാൽ പോത്തിറച്ചി ഉൽപ്പാദിപ്പിക്കുന്നതും കയറ്റുമതി ചെയ്യുന്നതുമായ ലോകത്തിലെ ഏറ്റവും വലിയ കമ്പനിയാണെന്നാണ് അല്ലാന സൺസ് സ്വയം വിശേഷിപ്പിക്കുന്നത്. 20,000 രൂപയ്ക്ക് മുകളിൽ ലഭിക്കുന്ന സംഭാവനകളുടെ കണക്ക് ഹാജരാക്കണമെന്ന് പാർട്ടികൾക്ക് കമ്മീഷന്റെ നിർദ്ദേശം ഉണ്ടായിരുന്നു. ഇതനുസരിച്ച് 2014-2015 കാലത്ത് മാത്രം BJPക്ക് 437.35 കോടി രൂപ സംഭാവന ലഭിച്ചു. ബീഫ് ഉപയോഗിക്കുന്നതിന്റെ പേരിൽ സംഘ് പരിവാറും BJPയും കടുത്ത വിദ്വേഷ പ്രചരണം നടത്തുന്നതിനിടെ പുറത്തായ ഈ കണക്ക് പാർട്ടിയെ പ്രതിരോധത്തിൽ ആക്കിയിരിക്കുകയാണ്. ദാദ്രിയിൽ പോത്തിറച്ചി സൂക്ഷിച്ചുവെന്ന് പറഞ്ഞ് ഗ്രാമീണനെ തല്ലിക്കൊന്നതും ന്യൂഡൽഹിയിലെ കേരള ഹൌസിൽ പോത്തിറച്ചി വിളമ്പിയതിന് റെയ്ഡ് നടത്തിയതുമെല്ലാം സംഘ് പരിവാറിനെ പ്രതിക്കൂട്ടിലാക്കിയിരുന്നു.
കഴിഞ്ഞ ബീഹാർ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബീഫ് കയറ്റുമതിയെ പിങ്ക് റവല്യൂഷൻ എന്നാണ് വിശേഷിപ്പിച്ചത്. KMIC ന്യൂസിനു വേണ്ടി കരീം ഏലംകുളം. സംസ്ഥാനത്ത് സമാന്തര പോലീസ് സ്റ്റേഷൻ പ്രവർത്തിക്കുന്നില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഇതു സംബന്ധിച്ച റിപ്പോർട്ടോ പരാതികളോ ഇല്ലെന്നും ചെന്നിത്തല നിയമസഭയെ അറിയിച്ചു. സംസ്ഥാനത്ത് സമാന്തര പോലീസ് സ്റ്റേഷൻ പ്രവർത്തിക്കുന്നുവെന്ന ഡിജിപിയുടെ വാദമാണ് ആഭ്യന്തരമന്ത്രി തള്ളിയത്. കൊച്ചിയിൽ മുൻ SP സുനിൽ ജേക്കബിന്റെ നേതൃത്വത്തിൽ സമാന്തര പോലീസ് സ്റ്റേഷൻ പ്രവർത്തിക്കുന്നതായി ഡിജിപി ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചിരുന്നു. 3 പോലീസുകാർ സമാന്തര പോലീസ് സ്റ്റേഷന് ഒത്താശ ചെയ്യുന്നു. കോട്ടയം ക്രൈംബ്രാഞ്ച് SP നടത്തിയ അന്വേഷണത്തിൽ ഇക്കാര്യം കണ്ടെത്തിയെന്നും സത്യവാങ്മൂലത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഗൾഫ് വാർത്തകൾ. നാടിന്റെ ചലനങ്ങൾ കൺമുന്നിൽ കാണാം, വാർത്താവിശേഷത്തിൻ ചെപ്പു തുറക്കാം. KMIC ന്യൂസ്, KMIC ന്യൂസ്. നബിദിനം പ്രമാണിച്ച് ഒമാനിൽ ഡിസംബർ 24-ന് പൊതു അവധിയായി പ്രഖ്യാപിച്ചു. പൊതുമേഖലാ സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് അവധിയായിരിക്കുമെന്ന് റോയൽ കോർട്ട് മാനവ വിഭവശേഷി മന്ത്രാലയം അറിയിച്ചു. കുവൈത്ത് ICF നാഷണൽ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ഹുബ്ബ് റസൂൽ മഹാസമ്മേളനം നാളെ വൈകിട്ട് നടക്കും. സമ്മേളനത്തിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമ പ്രസിഡന്റ് റയീസുൽ ഉലമ ഇ സുലൈമാൻ മുസ്ലിയാർ, അഖിലേന്ത്യാ സുന്നി ജമിയത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ എന്നിവർ മുഖ്യാതിഥികളായിരിക്കും. സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിനായി കുവൈത്തിലെത്തിയ റയീസുൽ ഉലമയെയും ഖമറുൽ ഉലമയെയും ICF RSC നേതാക്കളും പ്രവർത്തകരും ചേർന്ന് കുവൈത്ത് വിമാനത്താവളത്തിൽ സ്വീകരിച്ചു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. വദനം നിലാവിനഴകാണ്, വരികളിലേറും ശ്രുതിയാണ്, വചനമതാത്മസുഖമാണ്, വഴികളിൽ സുഗന്ധപ്പുമണമാണ്. വദനം നിലാവിനഴകാണ്, വരികളിലേറും ശ്രുതിയാണ്, വചനമതാത്മസുഖമാണ്, വരികളിൽ സുഗന്ധപ്പുമണമാണ്. അജബുകളനവധിയായി വിരിഞ്ഞൊരു മലരാണ്, അഹദവനകിലരിലായി കനിഞ്ഞൊരു നബിയാണ്. അജബുകളനവധിയായി വിരിഞ്ഞൊരു മലരാണ്, അഹദവനകിലരിലായി കനിഞ്ഞൊരു നബിയാണ്. വദനം നിലാവിനഴകാണ്, വരികളിലേറും ശ്രുതിയാണ്, വചനമതാത്മസുഖമാണ്, വഴികളിൽ സുഗന്ധപ്പുമണമാണ്. അകലെ ഓർമ്മകൾ വസിക്കുന്നൊരിടമാണ്, അരികിൽ ചേർന്നിടാൻ കൊതിക്കുന്നൊരഴകാണ്. അകലെ ഓർമ്മകൾ വസിക്കുന്നൊരിടമാണ്, അരികിൽ ചേർന്നിടാൻ. വാർത്തകൾ തുടരുന്നു. സംഘടനാ വാർത്തകൾ. തിരുദൂതരുടെ ആരോഗ്യ ദർശനങ്ങൾ എന്ന വിഷയത്തിൽ മർക്കസ് യൂനാനി മെഡിക്കൽ കോളേജ് സംഘടിപ്പിക്കുന്ന ആരോഗ്യ സെമിനാർ നാളെ ഉച്ചയ്ക്ക് 2:30-ന് കോഴിക്കോട് ടൗൺ ഹാളിൽ വെച്ച് നടക്കും. സെമിനാറിൽ ഡോക്ടർ AP അബ്ദുൽ ഹക്കീം അസ്ഹരി കാന്തപുരം, ഡോക്ടർ ഹാറൂൺ മൻസൂരി, ഡോക്ടർ അബ്ദുസ്സലാം മുഹമ്മദ്, ഡോക്ടർ KT അജ്മൽ, ഡോക്ടർ EN അബ്ദുൽ ലത്തീഫ് തുടങ്ങിയവർ സംബന്ധിക്കും. മടവൂർ CM സെന്ററിൽ സിൽവർ ജൂബിലിയുടെ ഭാഗമായി മിഷൻസ് ഓൺ ട്രാക്ക് എന്ന പേരിൽ നടക്കുന്ന വിവിധ പരിപാടികൾക്ക് അന്തിമ രൂപമായി. 19-ന് ശനിയാഴ്ച രാവിലെ 10 മണിക്ക് നടക്കുന്ന സനദ്ദാന സമ്മേളനത്തോടെയാണ് പരിപാടികൾക്ക് തുടക്കമാവുക. CM സെന്ററിന് കീഴിലെ ഖുതുബുൽ ആലം ദേവാ കോളേജിൽ പഠനം പൂർത്തിയാക്കിയവർക്കാണ് സനദ് നൽകുന്നത്. സനദ്ദാന സമ്മേളനത്തിന് സയ്യിദ് അലി ബാഫഖി തങ്ങളുടെ പ്രാർത്ഥനയോടെ പ്രാരംഭം കുറിക്കും. KK അഹമ്മദ് കുട്ടി മുസ്ലിയാരുടെ അധ്യക്ഷതയിൽ സമസ്ത സെക്രട്ടറി AP മുഹമ്മദ് മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്യും. സയ്യിദ് യൂസുഫുൽ ബുഖാരി വൈലത്തൂർ സ്ഥാനവസ്ത്രം വിതരണം നടത്തും. ലിയാ ഉൽ മുസ്തഫ, സയ്യിദ് ഹാമിദ് കോയമ്മ തങ്ങൾ മാട്ടൂൽ സനദ്ദാനത്തിന് നേതൃത്വം നൽകും.
ടി കെ അബ്ദുറഹ്മാൻ ബാക്കവി സനദ്ദാന സന്ദേശ പ്രഭാഷണം നടത്തും. VPM ഫൈസി വില്യാപ്പള്ളി, കാപ്പാട് ഉമർ മുസ്ലിയാർ തുടങ്ങിയവർ പങ്കെടുക്കും. CM സെന്ററിന് കീഴിൽ നടന്നുവരുന്ന വിശുദ്ധ ഖുർആൻ പാരായണ പദ്ധതിയായ ഹംലത്തുൽ ഖുർആൻ വാർഷികം വൈകുന്നേരം 6:30 ആരംഭിക്കും. പരിപാടിയിൽ സയ്യിദ് ശിഹാബുദ്ദീൻ അൽ ബുഖാരി കടലുണ്ടി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകും. തുടർന്നുള്ള ദിവസങ്ങളിൽ CM സെന്ററിലെ വിദ്യാർത്ഥികൾ മത്സരിക്കുന്ന CMC ഫെസ്റ്റ് നടക്കും. 100-ലധികം ഇസ്ലാമിക കലാമത്സരങ്ങളാണ് ഫെസ്റ്റിനോടനുബന്ധിച്ച് നടക്കുന്നത്. പ്രളയക്കെടുതിയിൽ ദുരിതമനുഭവിക്കുന്നവരെ സഹായിക്കുന്നതിന് SYSന്റെ ആഭിമുഖ്യത്തിൽ സ്വരൂപിച്ച സാന്ത്വനം ഫണ്ട് ഈ മാസം 19 മുമ്പ് SYS ജില്ലാ ഓഫീസുകൾ മുഖേന സംസ്ഥാന ഓഫീസിലെത്തിക്കണമെന്ന് ജനറൽ സെക്രട്ടറി പേരോട് അബ്ദുറഹ്മാൻ സഖാഫി അറിയിച്ചു. 10,000 സംബന്ധിക്കുന്ന ബായാർ മുജമ്മ മാസാന്ത സ്വലാത്ത് മജ്ലിസ് നാളെ മഗ്രിബ് നിസ്കാരാനന്തരം ബായാർ മുജമ്മയിൽ നടക്കും. സയ്യിദ് അബ്ദുറഹ്മാൻ ഇമ്പിച്ചിക്കോയ അൽ ബുഖാരി സ്വലാത്ത് മജ്ലിസിനും കൂട്ടുപ്രാർത്ഥനയ്ക്കും നേതൃത്വം നൽകും. ഡോക്ടർ അബ്ദുൽ ഹക്കീം അസ്ഹരി മുഖ്യപ്രഭാഷണം നടത്തും. മഞ്ചേശ്വരം MLA PB അബ്ദുറസാഖ്, NA നെല്ലിക്കുന്ന് MLA തുടങ്ങിയവർ സംബന്ധിക്കും. സംഘടനാ ശാക്തീകരണത്തിന്റെ ഭാഗമായി വേങ്ങര ഡിവിഷൻ എന്ന ഘടകം നാളെ മുതൽ പ്രാബല്യത്തിൽ വരും. സ്നേഹ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്തിന്റെ വെളിച്ചം എന്ന ശീർഷകത്തിൽ നടക്കുന്ന മീലാദ് സമ്മേളനത്തിലാണ് ഡിവിഷൻ പ്രഖ്യാപനം നടക്കുക. വൈകുന്നേരം 4 മണിക്ക് നടക്കുന്ന കൌൺസിലിൽ വെച്ച് വേങ്ങര ഡിവിഷൻ ഭാരവാഹികളെയും പ്രവർത്തക സമിതിയെയും തിരഞ്ഞെടുക്കും. വൈകുന്നേരം 6 മണിക്ക് വേങ്ങര വ്യാപാര ഭവനിലാണ് മീലാദ് സമ്മേളനം നടക്കുക. 59 യൂണിറ്റും 6 സെക്ടറുകളും ചേർന്നതാണ് വേങ്ങര ഡിവിഷൻ. പ്രഖ്യാപനത്തോടെ ഡിവിഷനിലെ മുഴുവൻ യൂണിറ്റ് സെക്ടർ കൌൺസിലുകൾ പൂർത്തിയാക്കും. കൌൺസിൽ നടപടിക്രമങ്ങൾക്ക് SSF ജില്ലാ പ്രസിഡന്റ് M ദുൽഫുഖാർ അലി സഖാഫി നേതൃത്വം നൽകും. മീലാദ് സമ്മേളനത്തിന്റെ ഉദ്ഘാടനം സുന്നി യുവജന സംഘം ജില്ലാ പ്രസിഡന്റ് PKM സഖാഫി ഇരിങ്ങല്ലൂർ നിർവഹിക്കും. SSF സംസ്ഥാന പ്രസിഡന്റ് NV അബ്ദുറസാഖ് സഖാഫി മീലാദ് പ്രഭാഷണം നടത്തും. SSF സംസ്ഥാന ജനറൽ സെക്രട്ടറി M അബ്ദുൽ മജീദ് അരിയല്ലൂർ പ്രമേയ പ്രഭാഷണവും SYS ജില്ലാ ജനറൽ സെക്രട്ടറി ഊരകം അബ്ദുറഹ്മാൻ സഖാഫി ഭാരവാഹി പ്രഖ്യാപനവും നിർവഹിക്കും. ഡോക്ടർ നൂറുദ്ദീൻ റാസി, മംബീദി അബ്ദുൽ ഖാദർ ഹസനി, അബ്ദു ഹാജി വേങ്ങര, NM സ്വാദിഖ് സഖാഫി, M അബ്ദുൽ അസീസ് സഖാഫി തുടങ്ങി പ്രമുഖ നേതാക്കൾ പ്രസംഗിക്കും. സ്നേഹ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്തിന്റെ വെളിച്ചം എന്ന വിഷയത്തിൽ SYS മലപ്പുറം ജില്ലാ കമ്മിറ്റി ജനുവരി 9 തിരൂരിൽ സെമിനാർ സംഘടിപ്പിക്കുന്നു. സംസ്ഥാന വ്യാപകമായി SYS നടത്തുന്ന മീലാദ് ക്യാമ്പയിന്റെ ഭാഗമായാണ് പരിപാടി. പ്രമുഖർ പങ്കെടുക്കുന്ന സെമിനാർ സമൂഹത്തിന്റെ വിവിധ തുറകളിൽ പ്രവർത്തിക്കുന്ന പ്രധാനികളെ ഉദ്ദേശിച്ചുള്ളതാണ്. പ്രോഗ്രാം സമിതി അംഗങ്ങളായി PKM സഖാഫി ഇരിങ്ങല്ലൂർ, M അബൂബക്കർ മാസ്റ്റർ, VPM ബഷീർ പറവന്നൂർ എന്നിവരെ തിരഞ്ഞെടുത്തു. പരിപാടിയുടെ വിജയത്തിനായി സ്വാഗത സംഘ രൂപവൽക്കരണം നാളെ വൈകുന്നേരം 4 മണിക്ക് തിരൂർ ദാറുദ്ദവയിൽ നടക്കും. സയ്യിദ് സൈനുൽ ആബിദീൻ ബാഫഖി, PKM സഖാഫി ഇരിങ്ങല്ലൂർ, ഊരകം അബ്ദുറഹ്മാൻ സഖാഫി, സയ്യിദ് സ്വലാഹുദ്ദീൻ ബുഖാരി, M അബൂബക്കർ മാസ്റ്റർ, VPM ബഷീർ പറവന്നൂർ, ബാബ ഹാജി തലക്കടത്തൂർ, AK യാഹു സാഹിബ് തുടങ്ങി പ്രമുഖ നേതാക്കൾ സംബന്ധിക്കും. ജാമിഅ സഅദിയ 46-ാം വാർഷിക സനദ്ദാന സമ്മേളന പ്രചാരണോദ്ഘാടനം നാളെ ബാംഗ്ലൂരിൽ നടക്കും. വൈകിട്ട് 3 മണിക്ക് മജസ്റ്റിക് തവക്കൽ മസ്താൻ മഖബറയിൽ നടക്കുന്ന പ്രാർത്ഥനയ്ക്ക് സഅദിയ ജനറൽ സെക്രട്ടറി സയ്യിദ് ഫസൽ കോയമത്തങ്ങൾ ഖുറ നേതൃത്വം നൽകും. 4 മണിക്ക് യാറബ് നഗർ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന എമിനൻസ് കോൺഫറൻസ് കർണാടക വഖഫ് ബോർഡ് ചെയർമാൻ ഡോക്ടർ മുഹമ്മദ് യൂസുഫ് ഉദ്ഘാടനം ചെയ്യും. സമ്മേളന സ്വാഗത സംഘം വർക്കിംഗ് സെക്രട്ടറി പള്ളങ്കോട് അബ്ദുൽ ഖാദർ മദനി, വഖഫ് ബോർഡ് വൈസ് ചെയർമാൻ ഷാഫി സഅദി നന്ദാവര എന്നിവർ വിഷയാവതരണം നടത്തും. രാത്രി 9:30 തവക്കൽ മസ്താൻ നഗറിൽ സയ്യിദ് ഫضൽ കോയമ തങ്ങളുടെ പ്രാർത്ഥനയോടെ ആരംഭിക്കുന്ന പ്രചരണോദ്ഘാടന സമ്മേളനം കർണാടക ആസൂത്രണ ബോർഡ് ഉപാധ്യക്ഷൻ CM ഇബ്രാഹിം ഉദ്ഘാടനം ചെയ്യും. SSF കർണാടക സംസ്ഥാന പ്രസിഡന്റ് ഷാഫി സഅദി അധ്യക്ഷത വഹിക്കും. ഹജ്ജ് വാർത്താവിതരണ വകുപ്പ് മന്ത്രി റോഷൻ ബാഗ്, ആരോഗ്യമന്ത്രി UT ഖാദർ തുടങ്ങിയവർ മുഖ്യാതിഥികളായിരിക്കും. റഫീഖ് സഅദി ദേലമ്പാടി മുഖ്യപ്രഭാഷണം നടത്തും. പള്ളങ്കോട് അബ്ദുൽ ഖാദർ മദനി, അബ്ദുൽ വഹാബ് തൃക്കരിപ്പൂർ, SS ഖാദർ ഹാജി, അൻവർ ഷെരീഫ്, ഹാജി ഹമീദ് കന്തക്ക് തുടങ്ങിയവർ പ്രസംഗിക്കും. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. റയീസുൽ ഉലമയും ഖമറുൽ ഉലമയും കുവൈത്തിൽ ഹുബ് റസൂൽ സമ്മേളനം നാളെ. സർക്കാർ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണം ജനുവരിയിൽ നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. മുഖ്യമന്ത്രിക്കെതിരെ കോൺഗ്രസ് ഹൈക്കമാൻഡിന് രമേശ് ചെന്നിത്തലയുടെ കത്ത്. ഹൈക്കമാൻഡിന് കത്തയച്ചിട്ടില്ലെന്ന് രമേശ് ചെന്നിത്തല. പോത്തിറച്ചി കയറ്റുമതി ചെയ്യുന്ന കമ്പനികളിൽ നിന്ന് BJP സംഭാവനയായി കൈപ്പറ്റിയത് 2.5 കോടി രൂപ. മടവൂർ CM സെന്റർ സിൽവർ ജൂബിലിയുടെ ഭാഗമായി മിഷൻസ് ഓൺ ട്രാക്ക് പരിപാടികൾക്ക് അന്തിമരൂപമായി. ജാമിഅ സഅദിയ 46-ാം വാർഷികം സമ്മേളന പ്രചാരണോദ്ഘാടനം നാളെ ബാംഗ്ലൂരിൽ.
ഇതോടെ KMIC ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. അടുത്ത ന്യൂസ് ബുള്ളറ്റിൻ സൗദി സമയം രാത്രി 10:30, തുടർന്ന് നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം 7 മണിക്ക്. ന്യൂസുകൾ അയക്കേണ്ട വിലാസം KMIC News Time@gmail.com. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.